And today we will be discussing anatomy and the physiology of the liver. Liver എടുത്തു കഴിഞ്ഞാൽ ലിവറിന്റെ ഇറ്റ്സ് എ ലാർജസ്റ്റ് ഇന്റേണൽ ഓർഗൻ ഓഫ് ദ ബോഡി. ഏതാണ്ട് ഒരു 1.5 കിലോഗ്രാം ആണ് ലിവറിന്റെ ഒരു വെയിറ്റ്. ദെൻ ലിവർ എടുത്തു കഴിഞ്ഞാൽ ബേസിക്കലി വി ക്യാൻ ഫൈൻഡ് 4 ലോബ്സ് ആണ് ലിവറിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. 4 ലോബ്സ് ഉള്ള ഒരു ഇതാണ് ഈ ലിവർ എന്ന് പറയുന്നത്. അതിൽ 2 എണ്ണം വലുതും 2 എണ്ണം ചെറുതുമാണ്. 2 ലാർജർ വൺസ് ഉണ്ട്, റൈറ്റ് ആൻഡ് ലെഫ്റ്റ്, ആൻഡ് 2 സ്മോളർ വൺസ് ഉണ്ട്. അങ്ങനെ മൊത്തം 4 ലോബ്സ് ചേർന്നിട്ടുള്ളതാണ് ഒരു ലിവർ എന്ന് പറയുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത്. ദെൻ എന്താണ് ഫിസിയോളജിക്കലി ലിവർ വളരെയധികം ഫങ്ഷൻസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ലിവർ എടുത്താൽ ലിവറിന്റെ ഏറ്റവും പ്രധാന മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ഓഫ് എ ലിവർ എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഓഫ് ബൈലാണ്. ബൈലിനെ പ്രൊഡ്യൂസ് ചെയ്യുക. അതൊരു ഡൈജസ്റ്റീവ് ഗ്ലാൻഡ് ആയിട്ടാണ് ലിവർ പ്രധാനമായിട്ടും പ്രവർത്തിക്കുന്നത്. പക്ഷെ അത് മാത്രമല്ല ലിവറിന്റെ ഫങ്ഷൻ. ഇപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു മരുന്നെല്ലാം കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ മരുന്നൊക്കെ ചെന്ന് എന്താണ് ഇപ്പൊ പാരസെറ്റമോൾ എന്ത് മരുന്ന് കൂടുതൽ കഴിച്ചാണെങ്കിൽ ലിവറിനെ എഫക്ട് ചെയ്യുന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ല. അമിതമായിട്ടൊരു മരുന്നും എന്ത് മരുന്ന് കഴിച്ചാൽ ആ മരുന്നിനൊക്കെ ഡീടോക്സിഫൈ ചെയ്യുന്നത് ലിവറിലാണ്. അപ്പൊ അങ്ങനെ ഒത്തിരി അധികം ഫങ്ഷൻസ് ലിവറിലുണ്ട്. അതെല്ലാമാണ് ലിവറിന്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പ്രധാനമായിട്ടും ലിവറിന്റെ സ്ട്രക്ചറിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അനാറ്റമി ആൻഡ് ദ ഹിസ്റ്റോളജി. ഇവിടെ ലിവറിന്റെ സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ ഹിസ്റ്റോളജിക്കലി liver consists of number of hepatic lobules. ഇതാണ് ഒരു ഹെപ്പാറ്റിക് ലോബ്യൂൾ എന്ന വാക്കാണ് മീനിങ്. ലോബ്യൂളിന്റെ ഒരു ലാറ്ററൽ വ്യൂ എന്ന് പറയുന്നത്. ഇത് ക്രോസ് സെക്ഷണൽ വ്യൂ ആണ്. അപ്പോൾ ഒരു ലിവർ എടുത്തു കഴിഞ്ഞാൽ കൺസിസ്റ്റ് ഓഫ് ഫ്രോം വൺ അനദർ ബൈ എ തിൻ ലെയർ ഓഫ് കണക്റ്റീവ് ടിഷ്യൂ. ഉണ്ടോ ഇവിടെ ഇതിന്റെ മുകളിലായിട്ട് ഒരു കണക്റ്റീവ് ടിഷ്യൂ ഉണ്ട്. ആൻഡ് ദിസ് ടിഷ്യൂ ഈസ് നോൺ ബൈ നെയിം ഗ്ലൈസൻസ് ക്യാപ്സ്യൂൾ. ഈ ഗ്ലൈസൻസ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്ന ഒരു കവറിങ് കൊണ്ടാണ് ലിവറിന്റെ ഈ ഹെപ്പാറ്റിക് ലോബ്യൂൾസിനെ എല്ലാം സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഹിസ്റ്റോളജിക്കലി സ്പീക്കിംഗ് ഈച്ച് ലിവർ ഈസ് ഫോംഡ് ഓഫ് സെവറൽ ലോബ്യൂൾസ് and lobules are separated from each other by means of Gleison's capsule. ഇനി മിക്കവാറും ഈ ലോബ്യൂളിന് ഒരു ഹെക്സഗണൽ ഷേപ്പ് ആണ്. ഇത് നോക്കിയറിയാം, അവിടെ ഹെക്സഗണൽ ഷേപ്പ് ആണ് ഒട്ടുമിക്ക ലോബ്യൂൾസ് ഒക്കെ നോക്കിയാണെങ്കിൽ ഒരു ഹെക്സഗണൻ പോലെയാണ്. ദെൻ അതിന്റെ സെന്ററിൽ ഇഫ് യു ലുക്ക് അറ്റ് ദ സെന്റർ ഓഫ് ദ ലോബ്യൂൾ വി ക്യാൻ ഫൈൻഡ് എ വെയിൻ. ആ വെയിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെൻട്രൽ വെയിൻ. ഹിയർ യു ക്യാൻ സേ സോ ദിസ് ഈസ് എ single hepatic lobule. It is hexagonal in shape. At the center of the lobule we can find a hole or a canal, and this is known as central vein, otherwise known by the name hepatic vein. And hepatic vein എന്നാണ് പറയുന്നത്, അതുപോലെ central vein എന്നാണ് പറയുന്നത്. Then cells forming the lobules are cuboidal or polyhedral. Polyhedral എന്ന് പറഞ്ഞാൽ പല ബേസ് കാണുന്നതാണ് polyhedral എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഷേപ്പ് പ്രധാന നിങ്ങളെ പിക്ചറിൽ കണ്ട ഇതുപോലത്തെ ഒരു ഷേപ്പാണ് ഈ പോളിഹെഡ്രൽ ഷേപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് പോളിഹെഡ്രൽ ഇൻ ഷേപ്പ് ആണ്. ദെൻ ആ ഒരു സെൽസിനെ ദ സെൽസ് ഓഫ് ദ ലോബ്യൂൾസ് ആർ ക്യൂബോയിഡൽ, ക്യൂബ് ലൈക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പൊ അങ്ങനെ ഒരു ഷേപ്പാണ്. അതിന് നമ്മൾ ഹെപ്പാറ്റിക് സെൽസ് എന്നാണ് പറയുന്നത്. ദീസ് ആർ ഹെപ്പാറ്റിക് സെൽസ്. ഇപ്പോഴത്തെ പിക്ചറിലൊന്നും കാണാം, ഇതെല്ലാം ഒരു ഹെപ്പാറ്റിക് സെൽസ് ആണ്. സോ ദ ഹെപ്പാറ്റിക് ലോബ്യൂൾ ഈസ് ഫോംഡ് ഓഫ് several cells known by the name hepatic cells. അതിനെ ഹെപ്പാറ്റോസൈറ്റ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. ഇനി ഇത് പലപ്പോഴും ദീസ് ആർ അറേഞ്ച്ഡ് ഇൻ എ റേഡിയൽ റോ. റേഡിയൽ റോ എന്ന് പറയാനുള്ള കാരണം എന്താ കണ്ട ഇവിടെ നിങ്ങൾക്ക് പിക്ചർ നോക്കിയാൽ അറിയാം. ഇതൊരു റേഡിയസ് ആണ്, കണ്ട ഇതൊരു റേഡിയസ് ആണ്. അങ്ങനെ റേഡിയൽ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അതിന് റേഡിയൽ അറേഞ്ച്മെന്റ് ആണ്. 1 or 2 റോസോ കാണുന്നതാണ് which extend from the central vein to the periphery of that lobule. ഇതാണ് സെൻട്രൽ വെയിൻ എന്ന് പറയുന്നത്. ഈ സെൻട്രൽ വെയിനിൽ നിന്ന് നേരെ ലിവറിന്റെ പുറത്തോട്ട്, ആ ലോബ്യൂളിന്റെ പുറത്തോട്ട് വരെ ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കാനാണ് സാധിക്കും. സോ ദാറ്റ് ഈസ് ദ ബേസിക് അറേഞ്ച്മെന്റ് ഓഫ് ദ ഹെപ്പാറ്റിക് ലോബ്യൂൾ. ഇനി അടുത്തത് നമ്മൾ നോക്കിയാൽ ഹെപ്പാറ്റിക് ലോബ്യൂൾ കഴിഞ്ഞ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹെപ്പാറ്റിക് സെൽസിനകത്ത് ഫൈൻ ഗ്രാനുലാർ സൈറ്റോപ്ലാസം ഉണ്ട്. അതിന്റെ സൈറ്റോപ്ലാസത്തിന്റെ പ്രത്യേകത അതാണ്. Then it also contains
ഗ്ലൈക്കോജൻ ആൻഡ് ലിപ്പിഡും ഗ്ലൈക്കോജനും ഒക്കെ ധാരാളം ഈ പറഞ്ഞ സെൽസിന്റെ ഉള്ളിൽ നമുക്ക് ഈ ഒരു സെല്ലിന്റെ ഉള്ളിൽ കാണാൻ സാധിക്കും. ഇനി മറ്റൊരു പ്രത്യേകത, ബിറ്റ്വീൻ ദ ഹെപ്പാറ്റിക് കോഡ്സ്, ബിറ്റ്വീൻ ഹെപ്പാറ്റിക് സെൽസ് ഇസ് എ ലാബ്രിന്ത്. ലാബ്രിന്ത് എന്ന വാക്കിനർത്ഥം ചെറിയ ഇടവഴി അല്ലെങ്കിൽ ഇടനാഴി എന്നാണ് മീനിങ്. ലാബ്രിന്ത് ഓഫ് നാരോ ഇറഗുലർ സ്പേസസ് കോൾഡ് ലാക്യൂണ ത്രൂ വിച്ച് റൺ ബ്ലഡ് കാപ്പിലറീസ്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അവിടെ പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഉണ്ടോ, ഇതാണ് ഹെപ്പാറ്റിക് സെൽസ്. ഇതിനിടയ്ക്ക് ചെറിയ ബ്ലഡ് ഫിൽഡ് സ്പേസസ് ഉണ്ട്. ഈ ബ്ലഡ് ഫിൽഡ് സ്പേസസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൈനുസോയിഡ്. സൈനുസോയിഡ് ശരിക്കും അത് ബ്ലഡ്, ഇതൊരു സ്പേസ് ആണ്. ഈ സ്പേസിൽ കൂടിയാണ് ബ്ലഡ് പോകുന്നത്. അതുകൊണ്ട് തന്നെ സൈനുസോയിഡ് എന്ന വാക്കാണ് മീൻ ചെയ്തത്. ഇതാണ് ഈ റെഡ് കളറിലൂടെ കാണിച്ചിരിക്കുന്നത്. ഇപ്പുറത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും സൈനുസോയിഡ് എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ഉണ്ടോ, ഇതാണ് ഒരു ഹെപ്പാറ്റിക് സെല്ലിന്റെ ഇതൊരു പ്രത്യേകത. ദെൻ അപ്പൊ അവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിറ്റ്വീൻ ഹെപ്പാറ്റിക് സെൽസ് ഈസ് എ സ്പേസ്, എ ഇറഗുലർ സ്പേസ് വിച്ച് ആർ ഫിൽഡ് വിത്ത് ബ്ലഡ് കാപ്പിലറീസ് ആൻഡ് ദേ ആർ നോൺ ബൈ ദി ഹെപ്പാറ്റിക് സൈനുസോയിഡ്. ഇനി അതിന്റെ ഭിത്തികൾ ഫോം ചെയ്തിരിക്കുന്ന എൻഡോത്തീലിയൽ സെൽസ് കൊണ്ടാണ്. ഇനി സം ഓഫ് ദ സെൽസ് പ്രസന്റ് ഇൻ ഹെപ്പാറ്റിക് സൈനുസോയിഡ്സ് ആർ ഹൈലി ഫാഗോസൈറ്റിക്. അതിനെ വിളിക്കുന്ന പേരാണ് കുപ്പർ സെൽ. കുപ്പർ സെൽസ് എന്നാണ്, കുപ്പർ സെൽസ് എന്നാണ് എന്നെ പറയുന്നത്. ഇവിടെ കുപ്പർ സെൽസിന്റെ പിക്ചർ കാണിച്ചു തരാം. കണ്ട, ഇതാണ് ഈ സൈനുസോയിഡ്. സൈനുസോയിഡിലുള്ള ചില സെൽസ് ഹൈലി ഫാഗോസൈറ്റിക്. നിങ്ങൾക്കറിയാം ഫാഗോസൈറ്റിക് എന്ന് പറഞ്ഞാൽ മറ്റുള്ള സെൽസിനെ പിടിച്ച് വിഴുങ്ങുന്ന ടൈപ്പ് സെൽസിനെ ഫാഗോസൈറ്റിക് സെൽസ് എന്ന് പറയുന്നത്. And some cells present in the sinusoids are highly phagocytic. Such phagocytic cells are known as Kupffer cells എന്നാണ് എന്നെ വിളിക്കുന്നത്. ഇനി മറ്റൊരു പ്രത്യേകത നമ്മളിപ്പോ കുപ്പർ സെൽസിനെ കുറിച്ച്, അതിന്റെ പർപ്പസ് ഓഫ് കുപ്പർ സെൽ ഈസ് ടു ഇൻജസ്റ്റ് ഡെഡ് സെൽസിനെയും എർത്രോസൈറ്റ്സിനെയും ഹാംഫുൾ ബാക്ടീരിയനെയൊക്കെ ഇൻജസ്റ്റ് ചെയ്ത് ഡിസ്ട്രോയ് ചെയ്യുക എന്നുള്ള, പിടിച്ച് വിഴുങ്ങി നശിപ്പിച്ച് കളയുക. ദാറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് കുപ്പർ സെൽസ് എന്ന് പറഞ്ഞാൽ. ദെൻ ഈ കോർണറിൽ നമ്മൾ പോർട്ടൽ കനാൽ എന്ന് പറയുന്നത് ഉണ്ട്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ കോർണറിൽ കണ്ട, ഈ ഒരു കോർണറിൽ കണ്ട, ഇതാണ് നോക്കിയേ. ഇവിടെ കോർണർ എന്ന് പറഞ്ഞ പാർട്ടിലൊക്കെ നോക്കിയാൽ 3 ടൈപ്പ് ഓഫ് സെൽസ് ട്യൂബ്. ഒന്ന് ഹെപ്പാറ്റിക് ആർട്ടറി, മറ്റൊന്ന് പോർട്ടൽ വെയിൻ, മറ്റൊന്ന് ബൈൽ ഡക്ട്. ഇത് മൂന്നിനും കൂടി നമ്മൾ വിളിക്കുന്ന പേരാണ് പോർട്ടൽ ട്രയാഡ്. അത് തന്നെയാണ് ഇപ്പുറത്തും കാണിച്ചിട്ട്. ഇതാണ് പോർട്ടൽ ട്രയാഡ് എന്ന് പറയുന്നത്. കണ്ടോ, അതിൽ ഒരെണ്ണം നടുക്ക് കാണുന്നത് പോർട്ടൽ വെയിൻ ആണ്, രണ്ടറ്റത്തും കാണുന്നത് ഹെപ്പാറ്റിക് ആർട്ടറിയും ബൈൽ ഡക്ട് ഉണ്ട്. ഇത് ബൈൽ ഡക്ട്, ഇത് പോർട്ടൽ വെയിൻ, ഇത് എന്താണ് നടുക്ക് ഇപ്പുറത്ത് കാണിച്ചിരിക്കുന്നത് ഹെപ്പാറ്റിക് ആർട്ടറി. ഇങ്ങനെ ഇത് ഹെപ്പാറ്റിക് ആർട്ടറി, ബൈൽ ഡക്ട്, പോർട്ടൽ വെയിൻ, ഇങ്ങനെ 3 എണ്ണം. ഇതിനെ 3നെയും കൂടി ഒരുമിച്ച് പറയുന്ന പേരാണ് പോർട്ടൽ ട്രയാഡ് എന്നാണ് പറയുന്നത്. പോർട്ടൽ ട്രയാഡ് അല്ലെങ്കിൽ പോർട്ടൽ ഏരിയാസ് എന്നൊക്കെ വിളിക്കും, പോർട്ടൽ കനാൽസ് എന്നൊക്കെ വിളിക്കും. സോ ഈച്ച് പോർട്ടൽ കനാൽ സപ്പോർട്ട് എ ബ്രാഞ്ച് ഓഫ് ഹെപ്പാറ്റിക് ആർട്ടറി, ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ ആൻഡ് ബൈൽ ഡക്ട്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും 3 എണ്ണം ഉണ്ട്. ഒന്ന് ബൈൽ ഡക്ട്, ഒരെണ്ണം പോർട്ടൽ വെയിൻ, ഒരെണ്ണം ഹെപ്പാറ്റിക് ആർട്ടറി. ഇത് 3ഉം കൂടി ചേർന്നതിനെ പോർട്ടൽ ട്രയാഡ്. ട്രയാഡ് എന്ന വാക്കിന്റെ അർത്ഥം 3 എന്നുള്ളതാണ്. ട്രൈ മീൻസ് 3. 3 എണ്ണം ചേർന്നതുകൊണ്ടാണ് ഇതിനെ പോർട്ടൽ ട്രയാഡ് എന്ന് വിളിക്കാനുള്ള കാരണം. ഇനി അടുത്തത് ഇതാണ് ഇതിന്റെ ഒരു കോർണറിലേക്ക് നോക്കി. ഇവിടെ ഈ ഒരു കോർണർ, ഈ ഒരു കോർണറിലും, ഈ ഒരു ഹെക്സഗണിന്റെ ഓരോ കോർണറിലും ഇങ്ങനെ ഒരു പോർട്ടൽ കനാൽ അഥവാ പോർട്ടൽ ട്രയാഡ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ദെൻ അടുത്ത ഇതിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പോർട്ടൽ കനാൽസ് കൂടാതെ നെർവ്സും ലിംഫാറ്റിക് വെസൽസും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ദെൻ ഈ സൈനുസോയിഡ്സ് ഫ്രം ദ ബ്ലഡ്, they will be emptying into the interlobular central veins which unite to form hepatic. ഇവിടെ ഈ സൈനുസോയിഡ്സ് എല്ലാം കൂടി വന്ന് ജോയിൻ ചെയ്യുന്നത്, ഇതെല്ലാം സൈനുസോയിഡ്സ് എല്ലാം കൂടി ജോയിൻ ചെയ്യുന്നത് ഈ ഒരു സെൻട്രൽ വെയിൻ അഥവാ ഹെപ്പാറ്റിക് വെയിനിലോട്ടാണ് വന്ന് ജോയിൻ ചെയ്യുന്നത്. അങ്ങനെയാണ് അതിന്റെ ഒരു അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. ദെൻ ഈ ലിവർ സെൽസിന് ചുറ്റുമായിട്ട് there is a meshwork of ഇന്റർ സെല്ലുലാർ ചാനൽസ് ഓർ ട്യൂബ്യൂൾസ്. അതിനെ വിളിക്കുന്ന പേരാണ് ബൈൽ കാപ്പിലറി. ലിവർ സെൽ സെക്രീറ്റ്സ് ബൈൽ ഡയറക്ട്ലി ഇൻ ടു ദ ബൈൽ. അപ്പൊ ലിവർ സെൽസിന് ചുറ്റുമായിട്ടും ബൈൽ കാപ്പിലറീസ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഇതിന്റെ ബൈൽ കാപ്പിലറീസിന്റെ ഒരു പിക്ചർ ഇവിടെ കാണിച്ചിട്ടില്ല. അപ്പോ ബൈൽ കാപ്പിലറീസിന്റെ ഫംഗ്ഷൻ ഈസ് ടു പ്രൊഡ്യൂസ് ബൈൽ.
ഈ ബൈൽ ഡക്ട്യൂൾസ് ചെറിയ എല്ലാം കൂടി കൂടിച്ചേർന്ന് അവസാനം ഒരു കോമൺ ബൈൽ ഡക്ട്, അതായത് ലിവർ സെൽസ് ബൈൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അത് ബൈൽ കാപ്പിലറീസിലോട്ട് പോകുന്നു, പല ബൈൽ കാപ്പിലറീസ് കൂടി ചേർന്ന് ഒരു ബൈൽ ഡക്ട്യൂൾസ് ആവുന്നു, ബൈൽ ഡക്ട്യൂൾസ് കൂടി ചേർന്നിട്ട് അവസാനം ഒരു കോമൺ ബൈൽ ഡക്റ്റ് ആയിട്ട് മാറുന്നു. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. ഇനി ഹിസ്റ്റോളജി പരിശോധിച്ച് നോക്കിയാലും നമ്മൾ ലിവറിന്റെ ഹിസ്റ്റോളജി എടുത്തു കഴിഞ്ഞാൽ 4 പോർഷൻസ് ആണ് നമുക്ക് അവിടെ കാണപ്പെടുന്നത്. ഒന്ന് പാരൻ കൈമ സെൽ, ഒന്ന് പാരൻ കൈമ സെൽ എന്ന് പറയുന്നത് ഇവിടെ നോക്കിയേ, ഇതാണ് പ്രധാനമായിട്ടും ഇതിന്റെ ഒരു അറേഞ്ച്മെന്റ്. ഇതിലേക്കാണ് പാരൻ കൈമ സെൽ എന്ന് പറയുന്നത്. അത് തന്നെ ഇവിടെയും കാണിച്ചിട്ടുണ്ട്. ദിസ് ഈസ് ദ പാരൻ കൈമ സെൽ. അപ്പൊ പാരൻ കൈമ സെൽ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ലിവറിന്റെ ഹെപ്പാറ്റോസൈറ്റ് ആണ്, ഹെപ്പാറ്റോസൈറ്റിക് സെൽസ് ആണ്. രണ്ടാമത്തതാണ് സ്ട്രോമ എന്ന് പറയുന്നത്. സ്ട്രോമ എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്, കണ്ടിന്യൂഷൻ ഓഫ് ഗ്ലൈസൻസ് കാപ്സ്യൂൾ. ഞാൻ ആദ്യം പറഞ്ഞു ലിവറിന്റെ ഇതിനെ പൊതിഞ്ഞുകൊണ്ട് ഒരു കണക്റ്റീവ് ടിഷ്യൂ ഉണ്ട്, വിച്ച് ഇസ് നോൺ ആസ് എ ഗ്ലൈസൻ കാപ്സ്യൂൾ എന്നാണ് പറയുന്നത്. ഈ ഒരു കണക്റ്റീവ് ടിഷ്യൂ കൊളാജൻ കൊണ്ടാണ്, ടൈപ്പ് 3 കൊളാജൻ കൊണ്ടാണ് ഫോം ചെയ്തിരിക്കുന്നത്, അതിന്റെ ഇന്റഗ്രിറ്റി. ദെൻ മൂന്നാമത്തെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സൈനുസോയിഡ്. സൈനുസോയിഡ്സ് ഞാൻ പറഞ്ഞു ബ്ലഡ് ഫിൽഡ് ലാക്യൂണയാണ് ഈ സൈനുസോയിഡ്സ് എന്ന വാക്കുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഉണ്ടോ ഇവിടെ നോക്കിയാൽ ഇതാണ് ഹെപ്പാറ്റോസൈറ്റ് അഥവാ പാരൻ കൈമ എന്ന് പറയുന്നത്. അതിനുശേഷം രണ്ടാമത്തെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സൈനുസോയിഡ് ആണ്. പിന്നെ അവിടെ സ്ട്രോമ എന്ന് പറയുന്നതുണ്ട്. അതുകൂടാതെ ഒരു സംഭവം കൂടി ഇവിടെ നമുക്ക് ലിവറിൽ കാണാം, സ്പേസ് ഓഫ് ഡിസി, പെരി സൈനുസോയിഡൽ സ്പേസ്. സ്പേസ് ഓഫ് ഡിസി എന്ന് പറയുന്നത് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ഹെപ്പാറ്റോസൈറ്റ്സ് ആൻഡ് സൈനുസോയിഡ്. ഇവിടെ നിങ്ങൾ നോക്കിയാലും കണ്ട, ഇതാണ് ഹെപ്പാറ്റോസൈറ്റ് എന്ന് പറയുന്നത്, ഇതാണ് എന്താണ് സൈനുസോയിഡ്. ഈ ചുവപ്പ് കളറിൽ കാണിച്ചിരിക്കുന്നതാണ് സൈനുസോയിഡ് എന്ന് പറയുന്നത്. രണ്ടിനും ഇടയ്ക്ക് ചെറിയൊരു സ്പേസ് ഉണ്ട്. ആ സ്പേസിനെ സ്പേസ് ഓഫ് ഡിസി എന്നാണ് വാക്കുകൊണ്ട് വിളിക്കുന്നത്. ഇങ്ങനെ 3 പോർഷനാണ് ലിവറിന്റെ ഹിസ്റ്റോളജി നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത്രയാണ് ഒരു ലിവറിന്റെ ഹിസ്റ്റോളജി ആസ് വെൽ ആസ് അനാറ്റമി എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ.